ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC വിവിധ തരത്തിലുള്ള പല എക്സാംസ് നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, രാജസ്ഥാൻ. തേർഡ് വൺ: വിവരാവകാശ നിയമം നിലവിൽ വരുന്ന രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. തേർഡ് വൺ: വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഒരു ഫസ്റ്റ് 4 വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് പറഞ്ഞത്. ഒന്നാമത്തത്: വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12. സെക്കൻഡ് വൺ: ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, രാജസ്ഥാൻ. തേർഡ് വൺ: വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. വിവരാവകാശത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന വകുപ്പ് 3. വിവരാവകാശത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന വകുപ്പാണ് വകുപ്പ് 3. കേരളത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 ഡിസംബർ 21. കേരളത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 ഡിസംബർ 21. ഇപ്പോൾ കേരളത്തിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നത് 2005 ഡിസംബർ 21. കേരളത്തിൽ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. നെക്സ്റ്റ് വൺ: 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20. നെക്സ്റ്റ് വൺ: ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. നെക്സ്റ്റ് വൺ: ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. അപ്പം ഈ ഒരു 6th മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ: വിവരാവകാശത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന വകുപ്പാണ് വകുപ്പ് 3 എന്ന് പറയുന്നത്. കേരളത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 21. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31.